എല്ലാവർക്കും നമസ്കാരം. ദർശന സർവീസ് സൊസൈറ്റിയുടെ സിമി ഗ്രൂപ്പ് ഒരുക്കുന്ന പ്രസംഗ മത്സരത്തിൽ ഞാനും പങ്കെടുക്കുന്നു. വിഷയം ഭിന്നശേഷിക്കാരും ഒറ്റപ്പെടലും. ഞാനിന്ന് സംസാരിക്കാൻ വന്നത് ഒരു വലിയ വേദനയെക്കുറിച്ചാണ്. കാണാൻ പറ്റാത്ത, പക്ഷേ ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു വേദന. അതിൻ്റെ പേരാണ് ഒറ്റപ്പെടൽ. നമ്മളൊക്കെ കൂട്ടുകാരുടെ കൂടെ ചിരിക്കുമ്പോൾ, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, ഉത്സവങ്ങൾ ആഘോഷിക്കുമ്പോൾ ഇതിനൊക്കെ ഇടയിൽ ചിലർ മാത്രം മാറി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ നമ്മുടെ സഹോദരങ്ങളിൽ പലരും. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്നത് മാത്രമല്ല, ആൾക്കൂട്ടത്തിൽ നടുവിൽ നിന്നിട്ടും ആരും നമ്മളെ കാണാത്തതുപോലെ തോന്നുന്നത്. സ്കൂൾ ഗ്രൗണ്ടിൽ കളി നടക്കുമ്പോൾ സൈഡിൽ ഇരിക്കേണ്ടി വരുന്നത്, ഒരു ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുമോ എന്ന നോട്ടം കാണുന്നത്, ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്താതെ പോകുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, ഓരോ ദിവസവും മനസ്സിനെ തളർത്തുന്ന വലിയ ഭാരങ്ങളാണ്. പക്ഷെ ഞാൻ ഇന്ന് പരാതി പറയാൻ വന്നതല്ല, ഒരു സത്യം പറയാനാണ്. ഈ ഒറ്റപ്പെടലിൻ്റെ ഇരുട്ടുകളിൽ പോലും ഒരുപാട് വെളിച്ചമുണ്ട്. അതാണ് ഭിന്നശേഷിക്കാരായ ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ ശക്തി. ഞാൻ കണ്ടിട്ടുണ്ട് കാഴ്ചയില്ലാത്ത ഒരു ചേട്ടൻ ഫോൺ മുഴുവൻ ശബ്ദം വെച്ച് ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടർ കോഡ് എഴുതുന്നത്, കാലുകൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചേച്ചി ചിത്രം വരച്ച് ദേശീയ അവാർഡ് വാങ്ങുന്നത്, സംസാരിക്കാൻ പ്രയാസമുള്ള ഒരു കുട്ടി അവൻ്റെ വരകളിലൂടെ, ചിരിയിലൂടെ ലോകത്തോട് സംസാരിക്കുന്നത്. അവർക്ക് പരിമിതികളുണ്ടോ? ഉണ്ട്, പക്ഷേ സ്വപ്നങ്ങൾക്ക് പരിമിതിയില്ല. അവർക്കും ജോലി വേണം, സ്നേഹിക്കണം, സ്നേഹിക്കപ്പെടണം, യാത്ര ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം, നമ്മളെപ്പോലെ തന്നെ. പിന്നെ എന്താണ് പ്രശ്നം? പ്രശ്നം അവരുടെ ശരീരത്തിനല്ല, പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലാണ്. പാവം എന്ന സഹതാപം, അയ്യോ ഇവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന സംശയം, അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന കരുതി മാറ്റി നിർത്തുക. ഇതൊക്കെയാണ് യാഥാർത്ഥ്യ വൈകല്യം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ കാര്യങ്ങളൊന്നും വേണ്ട, 3 ചെറിയ കാര്യങ്ങൾ മതി. 1. കാണുക. വീട്ടിലോ വഴിയിലോ ഓഫീസിലോ ഒരു ഭിന്നശേഷി സുഹൃത്തിനെ കാണുമ്പോൾ മുഖം തിരിക്കാതിരിക്കുക. ഒരു ചിരി. സുഖമാണോ എന്ന് ചോദ്യം. അത് മതി ഒരു ദിവസം മുഴുവൻ വെളിച്ചമാകാൻ. 2ാമത്തെ കാര്യം, ചോദിക്കുക. നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത് എന്ന് അവരോട് തന്നെ ചോദിക്കുക. നമ്മൾ തീരുമാനിക്കരുത് അവർക്ക് എന്താണ് വേണ്ടതെന്ന്. കൂടെ കൂട്ടുക. കല്യാണത്തിനും പിറന്നാളിനും യാത്രകൾക്കും അവരുടെ സാന്നിധ്യം കൂടി ഉണ്ടാകുമ്പോഴാണ് ആഘോഷം പൂർണ്ണമാകുന്നത്. 3ാമത്തെ കാര്യം, അവസരം നൽകുക. ഒരു ജോലി കൊടുക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അവരുടെ കഴിവിനെ വിശ്വസിക്കുക. നാമ്പില്ലാത്ത കടയിൽ ഒരു താൽക്കാലിക സൗകര്യം ഉണ്ടാകുമ്പോൾ, ഇതൊക്കെ ചെറിയ മാറ്റങ്ങളാണ്, പക്ഷേ വലിയ വാതിലുകളാണ് ഇത് തുറക്കുന്നത്. ഈ ലോകത്തിൽ ആരും ഒറ്റയ്ക്കല്ല. നമ്മൾ എല്ലാവരും എന്തെങ്കിലും രീതിയിൽ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ കൈ നീട്ടിയാൽ നാളെ നമുക്ക് വേണ്ടി ഒരു കൈ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ റെക്കോർഡിംഗ് അവസാനിപ്പിക്കുന്നത് ഒരു വാക്കുകൊണ്ടാണ്, ഒരു വാഗ്ദാനം കൊണ്ടാണ്. നാം ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടായി ഞങ്ങളുണ്ട്. നിന്റെ യാത്രയിൽ ഒപ്പം നടക്കാൻ ഞങ്ങളുമുണ്ട്. ഒറ്റപ്പെടലിൻ്റെ മതിലുകൾ നമുക്ക് ഒരുമിച്ച് പൊളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ ഉദ്യമത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.